റോഡിലെ വാഹന നിയമ ലംഘനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടറിയിക്കാൻ സംവിധാനവുമായി ഗതാഗത വകുപ്പ് സിറ്റിസൺ സെന്റിനൽ ആപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി കെ പി ഗണേഷ് കുമാർ കൊച്ചിയിൽ നിർവഹിച്ചു. വാഹനാപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സിറ്റിസൺ സെന്റിനൽ ആപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലൂടെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാവാം. റോഡ് നിയമലംഘനത്തിന്റെ തത്സമയ ഫോട്ടോ, വീഡിയോ എന്നിവ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്ലിക്കേഷനിലൂടെ അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനമാണ് സജ്ജമായിരിക്കുന്നത്. ഈ RC ഉള്ളതുകൊണ്ടോ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടോ ഈ രാജ്യത്ത് അപകടം കുറയുന്നില്ല. അപകടം കുറയണമെങ്കിൽ റണ്ണിങ്ങിൽ കാണിക്കുന്ന മിസ്റ്റേക്കുകളെ കണ്ടുപിടിച്ച് അതിന് ശിക്ഷ നൽകിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ആപ്പിന്റെ പ്രത്യേകത ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാവരുടെയും മൊബൈലിലുണ്ടാവും. ഇതോടുകൂടി സാധാരണക്കാരെല്ലാവരും ഈ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തേക്കാം. നിങ്ങളുടെ മുന്നിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ ഫോട്ടോ ആയിട്ട് പകർത്താം. നമ്പർ വിസിബിൾ ആയിരിക്കണം. ഓരോ സിറ്റിസണും എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മാറുകയാണ്. സിറ്റിസൺ സെന്റിനൽ എന്ന ഭാഗം തുറക്കുമ്പോൾ കാണുന്ന റിപ്പോർട്ട് ട്രാഫിക് വയലേഷൻ എന്നത് ഓപ്പൺ ചെയ്ത് താങ്കൾ ദൃക്സാക്ഷിയായ ഗതാഗത നിയമലംഘനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചേർക്കാവുന്നതാണ്. തുടർന്ന് നിയമലംഘനം നടത്തുന്നതിന് ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകിയ ശേഷം വയലേഷൻ അഥവാ നിയമലംഘനം ഏതാണ് എന്നത് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രസ്തുത വാഹനം നിയമലംഘനം നടത്തിയ സ്ഥലം, തീയതി, സമയം എന്നിവയും ആ സ്ഥലം ഉൾപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്നിവയുമൊക്കെ തന്നെ അവിടെ താങ്കൾക്ക് കാണുവാൻ സാധിക്കും. പരാതി രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി താങ്കളുടെ പരാതി വിജയകരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശം താങ്കൾക്ക് ലഭിക്കുന്നതാണ്. പദ്ധതി ജനം സ്വീകരിക്കുന്നതോടെ റോഡിലെ നിയമലംഘനത്തിന് കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളവിഷൻ ന്യൂസ്, കൊച്ചി.